പ്രൈസ് ലോർഡ്. പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങൾക്ക് വന്ദനം കേട്ടോ. ഒരു പുതിയ ദിനം കൂടെ കർത്താവ് നമുക്ക് ദാനമായി തന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു വേദഭാഗമുണ്ട്. നമുക്കെല്ലാം ഇഷ്ടപ്പെട്ട ഒരു ഭാഗം കൂടെയാണ്. ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ആ കാര്യങ്ങൾ, ആ ചരിത്ര സംഭവങ്ങൾ നിങ്ങൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ട ഭാഗമാണ്. എന്നെ കൂടുതലായി ചിന്തിപ്പിക്കുന്ന ഒരു ഭാഗം പുറപ്പാട് പുസ്തകത്തിൽ ഇങ്ങനൊരു വാക്യം. മോശ ചെങ്കടലിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ മോശ ദൈവത്തോട് കരയുന്നുണ്ട്. ആ കരയുന്ന അവസ്ഥയിൽ മോശയോട് ദൈവം പറയുകയാണ്, മോശേ, നിന്റെ കൈ നീട്ട്. വടി നീട്ടാനല്ല പറഞ്ഞത്, കൈ നീട്ടാൻ. അപ്പോൾ കൈ നീട്ടിയ സമയത്ത് യഹോവയായ ദൈവം അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി. അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു. ഒന്ന് ശ്രദ്ധിക്കണേ, അന്ന് രാത്രി മുഴുവൻ കിഴക്കൻ കാറ്റടിച്ചു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തളങ്ങളിൽ ചില കാറ്റുകൾ അടിക്കാറുണ്ട്. യേശു ശിഷ്യന്മാരും അക്കരയ്ക്ക് പോകാൻ തുടങ്ങിയപ്പോൾ കാറ്റ് കടലിനെ ഇളക്കിയെന്നാണ് പറയുന്നത്, നമ്മൾ വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കാറ്റ് നിനക്കെതിരെ ഉണ്ടോ, കാറ്റുണ്ടോ, അത് നിനക്ക് അനുഗ്രഹമായി മാറാനാണ്. നിന്റെ കുടുംബജീവിതത്തിന് നേരെ കാറ്റടിക്കുന്നു, നിന്റെ തലമുറകൾക്ക് നേരെ കാറ്റടിക്കുന്നു, നിന്റെ ബിസിനസ് മണ്ഡലത്തിന് നേരെ കാറ്റടിക്കുന്നു, നിന്റെ ആത്മീയം ഭൗതികമായ ജീവിതത്തിന് നേരെ കാറ്റടിക്കുന്നു. അത് നിന്റെ നന്മയ്ക്കും നിന്റെ ഉയർച്ചയ്ക്കും വേണ്ടിയാണ്. നിന്റെ മുമ്പിൽ അടഞ്ഞു നിൽക്കുന്ന വിഷയത്തിന് ആമേൻ ഒരു പ്രതിക്രിയ നടത്താൻ, ഒന്നും കൂടെ പറഞ്ഞാൽ ആമേൻ, ആ വിഷയത്തിന് ഒരു അത്ഭുതകരമായ വിടുതൽ നൽകാൻ ആർക്കും കഴിയാത്ത വിടുതൽ. ആമേൻ. ദൈവം നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കുന്നുണ്ടെങ്കിൽ, ദൈവം നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കുന്നുണ്ടെങ്കിൽ, ദൈവം നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുന്നുണ്ടെങ്കിൽ, ആരും ചെയ്യാത്ത രീതിയിലുള്ള വിടുതൽ, ആരും പ്രവർത്തിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള വിടുതൽ, ആരും കണ്ടിട്ടില്ലാത്ത വിടുതൽ, ആരും കേട്ടിട്ടില്ലാത്ത വിടുതൽ നിന്റെ ജീവിതത്തിൽ യേശു ചെയ്യാൻ പോകുകയാണ്. ആമേൻ. കാറ്റടിച്ചു, കിഴക്കൻ കാറ്റടിച്ച് ചെങ്കടലിനെ ഭജിച്ചു. ഒറ്റ സെക്കൻഡ് കൊണ്ടല്ല, ഒരു മണിക്കൂർ കൊണ്ടല്ല, ഒരു ദിവസം മുഴുവനും ആ കാറ്റടിച്ചു. കേൾക്ക്, നിന്റെ ജീവിതത്തിന് നേരെ നിൽക്കുന്ന കാറ്റ്, ദൈവത്താൽ അയക്കപ്പെട്ട കാറ്റ്, അത് നിന്നെ തകർക്കത്തില്ല, അത് നിന്നെ മുടിക്കത്തില്ല. അത് നിന്റെ മുമ്പിൽ വഴി തുറന്നിരിക്കും. അത് നിന്റെ മുമ്പിൽ ആശ്ചര്യം കൂറുമാറും. നിന്റെ ശത്രുക്കൾ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായൊരടയാളം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും. ഇന്ന് പകൽ വിശ്വസിക്ക്. കാറ്റ് നിനക്കെതിരെയല്ല, നിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധിക്ക് നേരെയാണ്. കാറ്റ് നിന്നെയോ നിന്റെ കുടുംബത്തെയോ തലമുറകൾക്ക് നേരെയല്ല, നിന്റെ മുമ്പിൽ തുറക്കേണ്ട വഴി തുറക്കപ്പെടാനാ. കാറ്റ് നിനക്കെതിരെയല്ല അടിക്കുന്നത്, നിന്റെ മുമ്പിൽ ആമേൻ എതിരായി നിൽക്കുന്ന വിഷയത്തെ തകർക്കാൻ വേണ്ടിയാണ്. ധൈര്യമായിരിക്കെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തി നീ കാണാൻ പോകുക. ഗോഡ് ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.